നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ കോൾ ചെയ്യുന്നു. ഏട്ടനെന്തിനാ ആശുപത്രിയിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്നേ? ആലോചിക്കാതെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. ഇത് ഹോസ്പിറ്റലല്ലോ, ഞങ്ങളുടെ ബെഡ്റൂം അല്ലേ. ഗൗതം അപ്പൊ ഹോസ്പിറ്റലിലേക്കല്ലേ പോയത്, വീട്ടിലേക്കാണോ പോയത്? അല്ല, ആശുപത്രിയിലേക്കല്ല, വീട്ടിലേക്കാ വന്നത്. എന്താ ഗൗതം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആക്സിഡന്റ് പറ്റിയത് എന്റെ ഫ്രണ്ടിനൊന്നും ആയിരുന്നില്ല, ഇവിടുത്തെ അമ്മയ്ക്കായിരുന്നു. അയ്യോ, പാറുവിന് എന്ത് പറ്റി? പാറുവിനൊന്നും പറ്റിയിട്ടില്ല, ചെറുതായിട്ടൊന്നും മറിഞ്ഞു വീണു. വസുന്ധരാമ അതിനൊന്ന് ബിൽഡ് ചെയ്ത് വലിയൊരു അപകടം പറ്റിയതുപോലെ പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. പരമാവധി നമ്മളെ ഉപദ്രവിക്കുന്നതാണല്ലോ വസുന്ധരാമയുടെ പരിപാടി. അത് അവര് കൃത്യമായിട്ട് ചെയ്തു. ഞങ്ങളിവിടെ കേക്ക് പോലും മുറിക്കാതെ ഏട്ടനെ കാത്തിരിക്കുക. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മ ഇവിടെ തനിച്ചാ, വസുന്ധരാമയാണെങ്കിൽ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിന് ഞാനില്ല എന്നുള്ളത് കാര്യാക്കണ്ട. നിങ്ങൾ കേക്ക് മുറിക്ക്, ആഘോഷം നടക്കട്ടെ. മോഹനില്ലാതെ എങ്ങനാ? അത് വേണ്ട, ഇനി കേക്ക് മുറിയൊന്നും വേണ്ട. അതെ, വലിയ വലിയ പാലങ്ങളുടെയും റോഡുകളുടെയും വിമാനത്താവളങ്ങളുടെയും ഒക്കെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈൻ വഴിയാണ് നടത്തുന്നത്. അങ്ങനെ ഒരു ഓൺലൈൻ പരിപാടിയാണ് ഇതെന്ന് കരുതിയാൽ മതി. ഞാൻ കൂടെ ഉണ്ട്, നിങ്ങൾ കേക്ക് മുറിച്ചോ, ഞാൻ കണ്ടോണ്ടിരിക്കാം. എന്തോന്നാ മോളെ ഇത്, ഇവൻ എന്തൊക്കെയാ പറയുന്നേ? ഒരു വെറൈറ്റി ആയിക്കോട്ടെ ആന്റി, ഒരു ഓൺലൈൻ കേക്ക് മുറി. എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണം ഓൺലൈനിലായിരുന്നു. ചെറുക്കന് വരാൻ വിസ കിട്ടിയില്ല, അപ്പോഴല്ലേ ഇത്. ആന്റി കേക്ക് മുറിക്കാം. എടാ, ഇതൊന്ന് ഹൈറ്റിൽ പിടിച്ചേ. ഓക്കെ അല്ലേ ഗൗതം? ഓക്കെ, പരിപാടി നടക്കട്ടെ. ആന്റി മെഴുകുതിരി ഉദയാണിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മ. ആന്റി ഗൗതം പെണ്ണ് കൊടുത്തേ. മോനെ, ഹാപ്പി ബർത്ത്ഡേ അമ്മേ. താങ്ക് യു മോനെ. അമ്മേ, സന്തോഷായില്ലേ? മോനില്ലാത്തൊരു കുറവേ ഉള്ളൂ. ആ കുറവ് നമുക്ക് നാളെ നികത്താം. ഭക്ഷണം കഴിക്കാൻ നമ്മൾ പുറത്തേക്ക് പോകുന്നില്ല. നാളത്തെ ഉച്ചഭക്ഷണം അമ്മയുടെ കൈകൊണ്ട്. എന്തു പറയുന്നു? നിങ്ങൾ രണ്ടുപേരും വരുമെങ്കിൽ അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഉറപ്പായിട്ടും വരും. നിധി, അവിടുത്തെ പരിപാടി കഴിയുമ്പോഴേ നീ ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോരെ. ഓക്കെ എന്നാ വെക്കട്ടെ. വാ ഗൗതം, ഇരിക്കെ. നീ എന്താ തനിച്ചു വന്നത്? പ്രണവ് എവിടെ?
പ്രണവ് പുറത്തെവിടെ പോയേക്ക്. ഞാൻ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. എടുക്കുന്നില്ലെന്നോ? അവൻ എവിടെ പോകുന്നു പറഞ്ഞത്?